എപ്സ്റ്റീൻ ഫയൽസ് നമുക്കറിയാം. നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഇന്ത്യൻ വ്യവസായി അനിൽ അംബാനി, അതോടൊപ്പം തന്നെ പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി അടക്കമുള്ളവരുടെ പേരുകൾ നേരത്തെ വന്നിരുന്നു. ഇപ്പോൾ വീണ്ടും എപ്സ്റ്റീൻ ഫയൽസിലെ കുറേ വെളിപ്പെടുത്തലുകൾ കുറേ വിവരങ്ങൾ കൂടിയിട്ട് പുറത്തു വന്നിരിക്കുകയാണ്. അത് 2017-19 കാലയളവിലുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ബന്ധപ്പെട്ടാണ്. അതിലൊന്ന്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കൻ പ്രസിഡന്റിന് ഗുണമുണ്ടാകുന്ന ഒരു കാര്യത്തിനായി ഇസ്രായേൽ സന്ദർശനം നടത്തിയെന്ന് എപ്സ്റ്റീൻ തൻ്റെ സുഹൃത്തിന് അയച്ചൊരു സന്ദേശത്തിൽ പറയുന്നതാണ്. അതോടൊപ്പം തന്നെ മോദി ഓൺ ബോർഡ് എന്ന് രേഖപ്പെടുത്തിയ മെയിലുകൾ കൂടിയിട്ട് ഈ കാലയളവിൽ എപ്സ്റ്റീൻ മറ്റു പലർക്കും അയച്ചിട്ടുണ്ട്. മറ്റൊന്ന് ഇതിൽ പ്രധാനപ്പെട്ടത് ഇന്ത്യൻ വ്യവസായി അനിൽ അംബാനിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട മെയിൽ സന്ദേശങ്ങളാണ്. ഇതിൻ്റെ അകത്ത് മോദിയെക്കുറിച്ചിട്ടുള്ള പരാമർശങ്ങളുണ്ട്. ഈ കാലമൊക്കെ തന്നെ ഇന്ത്യയിലെ പൊതു തെരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടമായിരുന്നു, 2019 ആണ് എന്നുള്ള ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ വിഷയത്തിലേക്കാണ് അജിംസെ, ഇന്ത്യയിൽ ഒരു പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു ഘട്ടത്തിൽ ആ സമയത്ത് നടന്നൊരു സംഭാഷണങ്ങളുടെ വിവരങ്ങൾ കൂടിയിട്ടാണ് പുറത്തു വരുന്നത്. പ്രധാനമന്ത്രി മോദി പ്രധാനമന്ത്രി ആകും ഇതിനു മുമ്പത്തെ ടൈമിലുള്ള മോദി ചർച്ചയ്ക്കായി ഒരാളെ നിയോഗിച്ചു എന്ന രീതിയിലുള്ള പരാമർശം അതിൻ്റെ അകത്തുണ്ട്. അതോടൊപ്പം തന്നെ അത് അനിൽ അംബാനിയാണ്, അനിൽ അംബാനി ചർച്ച നടത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ അനിൽ അംബാനി മറ്റു കാര്യങ്ങൾക്കായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളും വരുന്നുണ്ട്. ഇത് അനിൽ അംബാനിയാണെന്ന് ഉറപ്പിക്കുന്ന വിവരങ്ങളൊന്നും വന്നിട്ടില്ല. എങ്ങനെയാണ് ഈ പുതിയ വെളിപ്പെടുത്തലുകളെ കാണുന്നത്? പുതിയ ഡോക്യുമെൻറ്റ്സ് 10-30 ലക്ഷം രേഖകളാണ്. ഈ 30 ലക്ഷം രേഖകൾ ആരെങ്കിലും ഇരുന്ന് വായിച്ചതാണോ, അതല്ലെങ്കിൽ AI വായിച്ചതാണോ ഒന്നും നമുക്കറിയില്ല. കുറേയധികം ചിത്രങ്ങളുണ്ട്, വീഡിയോ ഉണ്ട്, കുറേയധികം ഇമെയിലുകളുണ്ട്, അങ്ങനെ കുറേയധികം രേഖകൾ. അപ്പോൾ ഇതിൽ രസം എന്താണെന്ന് വെച്ചാൽ, ഈ രണ്ടാം വട്ട ഈ രേഖകൾ പുറത്തു വന്നപ്പോൾ ഉള്ള രസം, യൂറോപ്യൻ മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് ബ്രിട്ടീഷ് മാധ്യമങ്ങൾ, എപ്സ്റ്റീന് റഷ്യൻ സ്പൈ ഏജൻസി ആയിട്ടുള്ള KGB-യുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചുള്ള നെടുങ്കൻ ലേഖനങ്ങൾ, തെളിവുകൾ പുറത്തുവിടുന്നു. റഷ്യയുമായിട്ടുള്ള ബന്ധം, കാരണം എപ്സ്റ്റീൻ റഷ്യൻ പെൺകുട്ടികളെ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന വിവരം ഇതിൽ പലയിടത്തും വരുന്നുണ്ട്. ഏഷ്യൻ മാധ്യമങ്ങൾ, ഇന്ത്യ ഉൾപ്പെടെയുള്ള ഏഷ്യൻ മാധ്യമങ്ങളിൽ വരുന്ന വിവരം, എപ്സ്റ്റീൻ ഈ പീഡോഫൈൽ മാത്രമല്ല, ദുർമന്ത്രവാദിയാണ്, സാത്താൻ സേവകനാണെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. അപ്പോൾ അമേരിക്കൻ മാധ്യമങ്ങളുടെ പ്രധാന ഫോക്കസ് എപ്സ്റ്റീൻ്റെ ഇസ്രായേൽ ബന്ധമാണ്. അപ്പോൾ 3 മേഖലയിലുള്ള മാധ്യമങ്ങൾക്ക് 3 തരം ബന്ധമാണ്. മാധ്യമങ്ങൾ മാത്രമല്ല, സോഷ്യൽ മീഡിയ ഇതുകൊണ്ട് ഫ്ലഡഡ് ആണ്. അതായത് കുറേ അധികം പോസ്റ്റുകളെല്ലാം കാണുന്ന എപ്സ്റ്റീൻ ഫയലിനെ കുറിച്ചാണ്. കുറേ വ്യാജമുണ്ട്, അതാ പറഞ്ഞത്. അതിൽ ബഹുഭൂരിഭാഗവും വ്യാജവുമാണ്. ഈ സാത്താൻ സേവയുമായി ബന്ധപ്പെട്ടും എന്തൊക്കെ എപ്സ്റ്റീൻ കുട്ടികളുടെ രക്തം കുടിക്കുന്നവരാണെന്ന് പറഞ്ഞൊരു പോസ്റ്റ് കഴിക്കുന്നു. അങ്ങനെ എന്തൊക്കെയോ അപസർപ്പകതകൾ ഇങ്ങനെ മെനഞ്ഞു വിടുന്നുണ്ട്. പക്ഷേ ഈ അപസർപ്പകതകളൊക്കെ മാറ്റിയെടുത്തത് ഇൻഫാക്റ്റ് എപ്സ്റ്റീൻ ആരാണ്, നമ്മൾ മുമ്പ് ഇവിടെ ചർച്ച ചെയ്തുള്ളൊരു വിഷയമാണ്. യഥാർത്ഥത്തിൽ എപ്സ്റ്റീൻ ആരാണെന്നുള്ള ക്വസ്റ്റ്യനാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ. എപ്സ്റ്റീൻ എങ്ങനെ പണക്കാരനായി? എപ്സ്റ്റീൻ ഇത്രയും സമ്പത്ത് എവിടെ നിന്ന് തോന്നുന്നു? കാരണം എപ്സ്റ്റീൻ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച ഒരു കണക്കധ്യാപകനായി ജോലി ചെയ്ത, പിന്നീട് അത് വിട്ട് വാൾസ്ട്രീറ്റിൽ വന്ന് മറ്റൊരാളുടെ ഫിനാൻഷ്യൽ കൺസൾട്ടൻസി ആയ, ഇപ്പോൾ പുറത്തു വരുന്ന വിവരമനുസരിച്ചാണെങ്കിൽ ഒരു വൻ വ്യവസായിയുടെ ഫിനാൻഷ്യൽ അയാൾ ക്ലയൻ്റ് ആയിരുന്നു. ആ ക്ലയൻറ്റ് നൽകിയ ഫീസ് കൊണ്ടാണ് ഇയാൾ വലിയ സമ്പന്നനായെന്നാണ് സ്ഥിരീകരിക്കുന്നൊരു വിവരം. പക്ഷേ അങ്ങനെ വലിയ തോതിൽ പണം ഈ ക്ലയൻറ്റിന് കൊടുക്കാൻ 15 ഡീലാണ് വിവരമിലുണ്ടായിരുന്നത് എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ ഇത്രയും പണക്കാരനാവുക എന്നുള്ളത് തന്നെ അസ്വാഭാവികതയാണ്. ഇയാളുടെ സ്രോതസ്സ് അറിയില്ല. മറ്റൊന്ന്, ഒരാൾ പണക്കാരനായി, പക്ഷേ അയാൾ ഈ ലോകത്തുള്ള മുഴുവൻ ലോക നേതാക്കളെയും അമേരിക്കൻ പ്രസിഡന്റുമാരെയൊക്കെ വിളിച്ച് ഹോസ്റ്റ് ചെയ്യുക, ഇവർക്ക് പെൺകുട്ടികളെ കാഴ്ചവെക്കുക, അത് എന്തിനു വേണ്ടി എന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. ഇപ്പോൾ അതിലും വലിയ സമ്പന്നന്മാർ ലോകത്തുണ്ടല്ലോ, അവരാരും ഇങ്ങനെ ചെയ്യുന്നില്ലല്ലോ. ഒരു ഐലൻഡ് സ്വന്തമായി വാങ്ങുക, അവിടെ ഒരു വിനോദ കേന്ദ്രം സ്ഥാപിക്കുക, അവിടെ സ്ത്രീകളെയും പെൺകുട്ടികളെയും കാഴ്ചവെക്കുക, ഇതെന്തിനു വേണ്ടി എന്നുള്ള ക്വസ്റ്റ്യൻ വളരെ വളരെ പ്രധാനമാണ്. അപ്പോൾ എപ്സ്റ്റീൻ്റെ ജീവിതം ദുരൂഹമാണ്, എപ്സ്റ്റീൻ്റെ മരണം ദുരൂഹമാണ്. എപ്സ്റ്റീൻ എങ്ങനെ മരിച്ചു എന്നുള്ള ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരം കിട്ടിയിട്ടില്ല. എപ്സ്റ്റീൻ ജയിലിൽ കിടന്ന് മരിക്കുന്ന സമയത്ത് അവിടെയുള്ള CCTV ക്യാമറകൾ ആ കറക്റ്റ് സമയത്ത് കണ്ണടച്ചു, എല്ലാ ദുരൂഹ മരണങ്ങളിലും സംഭവിക്കുന്നത് പോലെ. അപ്പോൾ അയാൾ ആത്മഹത്യ ചെയ്താണെന്ന് പറയപ്പെടുന്നു. ആത്മഹത്യ ചെയ്തതിന് തെളിവുകളൊന്നുമില്ല, അയാൾ തൂങ്ങിക്കുന്നതിന് തെളിവൊന്നുമില്ല. അപ്പോൾ അങ്ങനെ പല കഥകളുമുണ്ട്. അത് കഥകൾക്ക് പഞ്ഞൂലല്ലോ. അപ്പോൾ ഇയാളുടെ ജീവിതം ദുരൂഹമാണ്, ഇയാളുടെ ധനം സമ്പാദനം ദുരൂഹമാണ്, ഇയാൾ ഈ പറയുന്ന ആതിഥേയത്വം വഹിച്ചത് എന്തിനു വേണ്ടിയാണെന്നുള്ള ദുരൂഹമാണ്, അയാളുടെ മരണം ദുരൂഹമാണ്. അയാളുടെ മരണത്തിന് ശേഷം ഉണ്ടാകുന്നൊരു പ്രശ്നം, ഇയാളുടെ എല്ലാ ഇടപാടുകളും ചെന്നെത്തുന്ന ഒരേ ഒരു ബിന്ദു ഇസ്രായേലാണ്. ഒരേ ഒരു ബിന്ദു എന്ന് പറഞ്ഞാൽ അമേരിക്കയും ഇസ്രായേലിനെയും ബന്ധിപ്പിക്കുന്ന നിർണായകമായ ഇടങ്ങളിലെല്ലാം എപ്സ്റ്റീൻ ഉണ്ട്. ഇസ്രായേലിൻ്റെ ഒരു പ്രധാനമന്ത്രി അയാൾ സ്ഥിരം അതിഥിയായിരുന്നു, യഹൂദ് ബറാഖിനെ പറ്റി ഇരകളിൽ പലരും അതിനെപ്പറ്റി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ പരാമർശിക്കുന്ന ഒരു ഇമെയിൽ, ആ ഇമെയിലിന് ഒരു തരത്തിലുള്ള നിയമസാധുതയുമില്ല. ആ ഇമെയിൽ പുറത്തു വന്നു എന്ന് കരുതി മോദി ഏതെങ്കിലും തരത്തിലുള്ള കുറ്റകൃത്യം ചെയ്തുവെന്നോ
മോദി എപ്സ്റ്റീൻ്റെ അതിഥിയായിരുന്നു എന്നൊന്നും തെളിയിക്കുന്നില്ല. പക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇസ്രായേൽ സന്ദർശനത്തെക്കുറിച്ച് ഇസ്രായേൽ സ്പൈ ആണ്, മൊസാദിൻ്റെ ഏജൻ്റാണ് എന്ന് സംശയിക്കുന്ന ഒരാളുടെ ഇമെയിലാണ് പുറത്തു വന്നിട്ടുള്ളത്. അവിടെ വരുന്നത് ഒരു രാഷ്ട്രീയ ചോദ്യമാണ്. എന്തിനാണ് ട്രംപിനെ മോദി പ്രീതിപ്പെടുത്തേണ്ടത്? നേരത്തെ തന്നെ സജീവമായി നിലനിൽക്കുന്ന ഇസ്രായേൽ ഇന്ത്യ ബന്ധം, ഇന്ത്യ ഇസ്രായേലും തമ്മിൽ നയതന്ത്ര ബന്ധമുണ്ട്, സൈനിക സഹകരണമുണ്ട്. അത് കൂടുതൽ ഊഷ്മളമാക്കാൻ വേണ്ടിയാണോ പ്രധാനമന്ത്രി ഇസ്രായേലിൽ പോകുന്നത്? അതല്ല ട്രംപിനെ പ്രീതിപ്പെടുത്താനാണോ? ഈ ചോദ്യം വാലിഡാണ്. എന്തിനാണ് ട്രംപിനെ പ്രീതിപ്പെടുത്തേണ്ടത്? കാരണം ഇന്ത്യ അമേരിക്ക ബന്ധം നേരത്തെ തന്നെ ഊഷ്മളമാണ്. അതിൽ കൂടുതലായി മോദിക്ക് എന്താണ് ട്രംപിനെ പ്രീതിപ്പെടുത്താനുള്ളത്? അതിനുശേഷം നമ്മൾ കാണുന്നത് എന്താണ്? ഹൗഡി മോദി നടക്കുന്നു, എന്താണ് നമസ്തേ ട്രംപ് അഹമ്മദാബാദിൽ നടക്കുന്നു, അബ് കി ബാർ ട്രംപ് കി സർക്കാർ എന്ന് മോദി ഉച്ചത്തിൽ വിളിച്ചു പറയുന്നു. ലോകത്തൊരിടത്തും നടക്കാത്ത ഒരു കാര്യമാണ് മറ്റൊരു രാജ്യത്തിൻ്റെ പ്രസിഡന്റിന് വേണ്ടി ഇലക്ഷൻ പ്രചാരണത്തിന് വേണ്ടി മറ്റൊരു പ്രധാനമന്ത്രി ഇറങ്ങുക എന്നുള്ളത്. അപ്പോൾ ഇത് കഴിഞ്ഞ് ഉയരുന്ന മറ്റൊരു ചോദ്യം, വളരെ പ്രധാനപ്പെട്ട ചോദ്യം, ഇത്തരം കാര്യങ്ങൾ എന്തിന് ട്രംപിനെ പ്രീതിപ്പെടുത്തണം? ട്രംപിൻ്റെ രണ്ടാം വരവിന് ശേഷം നടക്കുന്ന ഇന്തോ പാക് യുദ്ധത്തിൽ ആ യുദ്ധത്തിൻ്റെ വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നത് ട്രംപാണ്. ട്രംപ് വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നു എന്ന് മാത്രമല്ല, പാകിസ്ഥാനിൻ്റെ സൈനിക മേധാവി ആസിഫ് മുനീറിനെ വൈറ്റ് ഹൗസിൽ വിളിച്ച് സ്വീകരണം കൊടുക്കുന്നു. ഏത്? ഇന്ത്യയുടെ ശത്രു രാജ്യത്തെ സൈനിക മേധാവി വൈറ്റ് ഹൗസിലേക്ക് ക്ഷണിച്ച് സ്വീകരണം കൊടുക്കുന്നു, അവരുമായി സൈനിക സഹകരണം പ്രഖ്യാപിക്കുന്നു. അതിനുശേഷം ട്രംപുമായി നേരിൽ കാണുന്നില്ല പ്രധാനമന്ത്രി എന്ന് മാത്രമല്ല, ട്രംപ് പങ്കെടുക്കുന്ന ഉച്ചകോടിയിൽ പോലും പ്രധാനമന്ത്രി പങ്കെടുക്കുന്നില്ല. ഈ ട്രംപിൻ്റെ ഈ അവകാശവാദം തെറ്റാണ് എന്ന് മോദി പറയുന്നില്ല. വിദേശകാര്യ മന്ത്രാലയം പത്രക്കുറിപ്പ് ഇറക്കുന്നു എന്നല്ലാതെ മോദി ട്രംപ് എന്ന വാക്കുച്ചരിക്കുന്നില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്തിനാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ഭയക്കുന്നത് എന്നൊരു ചോദ്യം രാഷ്ട്രീയമായി പ്രസക്തമാണ്. അവിടെയാണ് ഇപ്പോൾ ഒപ്പുവെച്ചിട്ടുള്ള US ഇന്ത്യ ട്രേഡ് ഡീലും, ആ ട്രേഡ് ഡീലിൽ ഇന്ത്യ സമ്മർദ്ദത്തിലായിട്ടുണ്ടോ? അപ്പോൾ ഈ ചോദ്യങ്ങളുടെ എല്ലാം ഉത്തരത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് വിരൽ ചൂണ്ടാൻ കഴിയുന്ന ഒരാൾ എപ്സ്റ്റീനാണ്. ഹു ഈസ് എപ്സ്റ്റീൻ? എന്തിനാണ് എപ്സ്റ്റീൻ മോദിയെ പരാമർശിക്കുന്നത്? എന്തിനാണ്? അതിന് വ്യക്തത വേണ്ടേ? ഒരു കുറ്റവാളി എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കൈയിടാവുന്ന കാര്യമല്ല. ഇപ്പോൾ കേരളത്തിൽ തന്നെ ഒരുപാട് ആരോപണങ്ങളിൽ പറയാറുണ്ട്, അത് ഒരു കുറ്റാരോപിത ഉന്നയിച്ച ആക്ഷേപമാണ്, അതുകൊണ്ട് അതിന് രാഷ്ട്രീയമായ മറുപടിയില്ല. ഇത് അങ്ങനെയല്ല. ഇയാൾ കുറ്റവാളിയാണ് എന്നുള്ളതുകൊണ്ട് അല്ലാതെ മറുപടി പറയേണ്ടത്. കാരണം ഇയാൾ പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അയാൾക്കുള്ള ഇസ്രായേൽ ബന്ധം വെളിപ്പെടുത്തുന്ന ഒന്നാണ്. അമേരിക്കയിൽ തന്നെ എപ്സ്റ്റീനെതിരെയുള്ള ഏറ്റവും വലിയ ആരോപണം എന്ന് പറഞ്ഞാൽ അയാൾ മൊസാദ് ഏജൻ്റാണ്. അയാൾ ഇസ്രായേലിൻ്റെ താല്പര്യങ്ങൾ അമേരിക്കയിൽ സംരക്ഷിക്കാൻ വേണ്ടി ആളുകൾ ഹണി ട്രാപ്പ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് എപ്സ്റ്റീനെതിരെയുള്ള ഏറ്റവും വലിയ ആരോപണം. എപ്സ്റ്റീൻ വഴി അനാവശ്യമായി അമേരിക്ക ഇസ്രായേലിൻ്റെ താല്പര്യങ്ങൾ വഹിക്കുന്നു, ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്യുന്നു, ഇസ്രായേൽ താല്പര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ മറ്റുള്ളവരെ പിണക്കുന്നു, ആളുകളെ കൊല്ലുന്നു, അധിനിവേശം നടത്തുന്നു എന്നുള്ളതാണ് അമേരിക്കയ്ക്കകത്ത് നിന്ന് എപ്സ്റ്റീനെതിരെ ഉയരുന്ന ആരോപണം. അങ്ങനെ ആരോപണ വിധേയനായ ഒരാളുമായി ഇന്ത്യക്ക് എന്ത് ബന്ധം? ഹർദീപ് സിംഗ് പുരി എന്തിനാണ് എപ്സ്റ്റീനുമായി ബന്ധപ്പെടുന്നത്? എപ്സ്റ്റീനും ഹർദീപ് സിംഗ് പുരിയും എന്നുള്ള ബന്ധം എന്താണ്? അനിൽ അംബാനിക്ക് എന്താണ് ബന്ധം? അനിൽ അംബാനിയുടെ വ്യവസായ താല്പര്യങ്ങൾ എപ്സ്റ്റീൻ ഏതെങ്കിലും രീതിയിൽ സഹായിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതിൽ സർക്കാർ എന്താണ് ചെയ്തത്? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടേണ്ടതുണ്ട്. പക്ഷേ അതിനൊക്കെ ഏതെങ്കിലും തരത്തിൽ ഉത്തരം പാർലമെൻറ്റിലോ പുറത്തോ കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ട. കാരണം ചൈന ഇന്ത്യയുടെ ഭൂമി കയ്യേറിയോ എന്ന ചോദ്യത്തിന് ഒരു ഇഞ്ച് ഭൂമി പോലും കയ്യേറിയിട്ടില്ല എന്ന് പരസ്യമായി പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിട്ട് ഒരു കരസേനാ മേധാവി പുസ്തകം എഴുതിയിട്ട് ആ പുസ്തകം പുറത്തിറങ്ങാൻ സമ്മതിക്കാത്ത രാജ്യമാണ് ഇന്ത്യ, ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം. ഒരു കരസേനാ മേധാവി വിരമിച്ച ശേഷം അദ്ദേഹത്തിന് ഓർമ്മക്കുറിപ്പുകൾ എഴുതാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്ത ഇന്ത്യയിൽ നമുക്ക് മുമ്പ് ചോദിക്കപ്പെട്ട ചോദ്യങ്ങൾക്ക് മറുപടി കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാൻ വയ്യ. അതെ നിഷാദ്, വിദേശകാര്യ മന്ത്രാലയം ഒരു ക്രിമിനലിൻ്റെ ജൽപ്പനങ്ങൾ എന്നാണ് എപ്സ്റ്റീനിൽ മോദിയുടെ പേര് പരാമർശിച്ച് തന്നെ പറയുന്നത്. അതേസമയം തന്നെ ഈ കാലയളവിൽ മോദി ഇസ്രായേലിൽ പോയതിനെ തള്ളിക്കളയുന്നുമില്ല. എങ്ങനെയാണ്? അല്ല, ഈ ക്രിമിനലിൻ്റെ ജൽപ്പനം എന്ന ഒറ്റ വാക്കിൽ അവസാനിപ്പിച്ച് കളയാൻ തക്കവണ്ണം ഒരു വളരെ ലിമിറ്റഡായിട്ട് മാത്രം ലോകത്ത് പ്രചരിക്കുകയും എൻഗേജ് ചെയ്യപ്പെടുന്നൊരു വിഷയമല്ലല്ലോ ഇത്. ഇന്ന് ലോക രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിസ്കഷൻ വിഷയമായിട്ട് അന്തരീക്ഷത്തിലുള്ള ഒരു സംഗതിയാണ് എപ്സ്റ്റീൻ ഫയൽസ്. അതിൽ പുറത്തു വന്ന വിവരങ്ങളും അതിൽ നിന്ന് കാണുന്ന ഫോട്ടോഗ്രാഫ്സ്, ദൃശ്യങ്ങൾ നമ്മളെ ഭയങ്കരമായി അലോസരപ്പെടുത്തുന്ന ഒന്നാണ്. കേവലം ഒരു വാർത്ത മാത്രമല്ല, ഇത് പെൺകുഞ്ഞുങ്ങളെ വൻതോതിൽ ഉപയോഗിക്കുക ഒരാൾ. അയാളുടെ ഐലൻഡിലേക്ക് അയാൾ സ്വന്തമായി വാങ്ങിയ ഒരു ദ്വീപ്, അവിടെ ഉണ്ടാക്കിയ ഒരു മാൻഷൻ, അവിടേക്ക് അയാൾ അതിഥികളെ കൊണ്ടുവന്നിട്ട് അവർക്ക് ഈ പെൺകുട്ടികളെ ലൈംഗികമായി ഉപദ്രവിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നു. അവയെല്ലാം അയാൾ ക്യാമറയിൽ പകർത്തുന്നു, ചിത്രങ്ങളാക്കുന്നു, വീഡിയോകളാക്കുന്നു. നമ്മളയാളെക്കുറിച്ച് പരിശോധിക്കാൻ പോയാൽ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ബ്ലാക്ക് മെയിലിങ്ങിലൂടെ ബന്ധങ്ങൾ ഉണ്ടാക്കുകയും ഡീലുകൾ ഉണ്ടാക്കുകയും ധനം സമ്പാദിക്കുകയും ചെയ്തു എന്നാണ് പ്രധാന കാര്യം. അയാളൊരു ബ്രോക്കറായിരുന്നു, ഒരു പവർ ബ്രോക്കറായിരുന്നു. ഒരു കാര്യം, അദ്ദേഹവുമായി ബന്ധപ്പെട്ട എല്ലാവരും ഈ പറഞ്ഞ പിഡോഫൈൽസ് ആണെന്ന് പറയാൻ കഴിയില്ല. എല്ലാവരും പെൺകുട്ടികളെ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ആക്രമിച്ചോ എന്നൊന്നും നമുക്ക് ഉറപ്പില്ല. പക്ഷേ ഇയാൾ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അയാളുടെ പ്രധാനപ്പെട്ട മോഡസ് ഓപ്പറാണ്ടി എന്ന് വെച്ചാൽ
ഡീലുകൾ ഉണ്ടാക്കാൻ വേണ്ടി പെൺകുഞ്ഞുങ്ങളെ ഉപയോഗിക്കുക. അയാളൊരു പീഡോഫൈലായിരുന്നു, പെൺകുഞ്ഞുങ്ങളെ ആക്രമിക്കുന്ന ആളായിരുന്നു, ലൈംഗികമായി ആക്രമിക്കുന്ന ആളായിരുന്നു. അയാളുടെ അതിഥികൾക്കും അത് കൊടുക്കാൻ അയാൾ ഒരു നിലയ്ക്കുള്ള വിസമ്മതം കാണിച്ചിട്ടില്ല. അത് അയാൾ പരമാവധി പ്രോത്സാഹിപ്പിക്കുകയും അതെല്ലാം വീഡിയോയിൽ പകർത്തുകയും അത് പുറത്തുവിടുമെന്ന പേരിൽ ബ്ലാക്ക്മെയിൽ ചെയ്ത ആളുകളെ കൊണ്ട് പല ഡീലിലേക്കും കൊണ്ടുവന്നിട്ടുണ്ട് എന്നാണ് അയാളുടെ പൊതുവായ സ്വഭാവമായിട്ട് കാണാൻ പറ്റുന്ന കാര്യം. എന്ന് വെച്ച് അയാളുടെ ഫയലിൽ പേരുള്ള ആൾക്കാർ, അയാൾ പരാമർശിക്കുന്ന പേരുള്ള എല്ലാവരും പീഡോഫൈൽസ് ആണെന്ന് കൂടി പറയരുതെന്നാണ് പറയുക. രണ്ടാമത്തെ കാര്യം, അതുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന പല ഫോട്ടോഗ്രാഫ്സ്, ഇമേജുകൾ പലതും ഫാബ്രിക്കേറ്റഡ് ആണ് എന്നത് കൂടി കാണേണ്ട കാര്യമാണ്. പല ഗൾഫ് ലീഡേഴ്സിൻ്റെ ഒക്കെ പേരിൽ വരുന്ന പല സംഗതികളും വ്യാജമാണെന്നിപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ഇതിനകത്തൊരു കാര്യമുള്ളത്, പീഡോഫൈൽ സംഗതി മാറ്റി നിർത്തിയാൽ പോലും ലോക രാഷ്ട്രീയത്തെ നിയന്ത്രിക്കാൻ അയാൾ പല ഘട്ടങ്ങളിലായി ശ്രമിച്ചിട്ടുണ്ട്. ലോക രാഷ്ട്രീയത്തിലെ ഗതിവിഗതികളെ നിർണ്ണയിക്കാൻ പല ആളുകളും അയാളെ ആശ്രയിക്കുന്ന നിലയുണ്ടായിട്ടുണ്ട്. അനിൽ അംബാനി പോയിട്ട് ഇന്ത്യൻ ലീഡേഴ്സ് നിങ്ങളുമായി അതായത് ട്രംപിൻ്റെ ചില അടുപ്പക്കാരുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള കൂടിയാലോചനകൾക്കും കൂടിക്കാഴ്ചകൾക്കുമായി ഇന്ത്യൻ ലീഡേഴ്സ് ആഗ്രഹിക്കുന്നുണ്ട് എന്ന് അനിൽ അംബാനി പറയുന്നു. ഇന്ത്യൻ വിപണിയിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഞാൻ സാധ്യമാക്കി തരാം എന്ന് അനിൽ അംബാനി പറഞ്ഞു. അങ്ങനെ അനിൽ അംബാനിയെ പോലെ ഒരു വ്യവസായിക്ക് ഇന്ത്യൻ വിപണിയിൽ എന്തും സാധ്യമാക്കി തരാമെന്ന് പറയാൻ പറ്റുക? അദ്ദേഹം ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ആൾ കൂടിയാണ്. ഇന്ത്യൻ ലീഡേഴ്സ് ഇന്ത്യൻ വിപണി പോലുള്ള ഓഫറുകളുമായി അദ്ദേഹം കാണാൻ ചെല്ലുന്നതിൽ തന്നെ ഉണ്ട് ഗുരുതരമായ പ്രശ്നം. അത് വിശദീകരിക്കപ്പെടേണ്ട പ്രശ്നമാണ്. രണ്ടാമത്, അമേരിക്കൻ പ്രസിഡന്റ് തൃപ്തിക്കായി ഇസ്രയേലിൽ പോയി അദ്ദേഹം പാട്ടുപാടി ഡാൻസ് ചെയ്തു. ആരാണ്? ഇന്ത്യൻ പ്രധാനമന്ത്രിയെക്കുറിച്ചാണ് പറയുന്നത്. എന്നെ സന്തോഷിപ്പിക്കണമെന്ന് മോദിക്ക് അറിയാം എന്ന് ട്രംപ് പറയുന്ന ഒരു വാചകം കൂടി നേരത്തെ ഈ താരിഫുമായി ബന്ധപ്പെട്ടൊരു വാചകം കൂടി ചേർത്ത് വെക്കണം. എന്നെ സന്തോഷിപ്പിക്കണമെന്ന് മോദിക്ക് അറിയാമെന്ന് അദ്ദേഹം പറഞ്ഞതേ ഉള്ളൂ. അതിൻ്റെ പിന്നാലെയാണ് എപ്സ്റ്റീൻ ഫയലിൽ അമേരിക്കൻ പ്രസിഡന്റിനെ സന്തോഷിപ്പിക്കാൻ ഇസ്രായേലിൽ പോയി ഇന്ത്യൻ പ്രധാനമന്ത്രി ഡാൻസ് കളിച്ചു എന്നുള്ള വിവരം പുറത്തു വരുന്നത്. അതിൻ്റെ കൂടെ മൂന്നാമത്തെ കണക്ട് ചെയ്യേണ്ട പോയിന്റ് ഇതാണ്. ഇന്ത്യയെ ആക്ഷേപിച്ചുകൊണ്ടേയിരിക്കുന്നു ട്രംപ്. ഇന്ത്യക്ക് സാമ്പത്തികമായ കെടുതികൾ ഇട്ട് തന്നുകൊണ്ടേയിരിക്കുന്നു ട്രംപ്. നമ്മുടെ പ്രധാനമന്ത്രിക്ക് ഉറക്കെയൊന്നും സംസാരിക്കാൻ കഴിയുന്നില്ല. ഇന്ത്യൻ പൗരൻ്റെ ആത്മാഭിമാനത്തിന് വേണ്ടിയും ഇന്ത്യയുടെ പരമവൈഭവത്തിന് വേണ്ടിയും സംസാരിക്കുന്നു പറയുന്ന മനുഷ്യൻ ഇന്ത്യക്കാരെ ആക്ഷേപിക്കപ്പെടുമ്പോൾ, ഇന്ത്യക്കാർ തൂത്തറിയപ്പെടുമ്പോൾ ഒരക്ഷരം മിണ്ടുന്നില്ല എന്ന് കാണുക. സോ ഇന്ത്യയെ ഈ കാര്യത്തിലെല്ലാം ഉറക്കെ സംസാരിക്കാൻ, മറ്റേത് പോട്ടെ, അതായത് ഇപ്പോൾ ട്രേഡ് ഡീല്, റഷ്യൻ എണ്ണ പോലുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നതിന് നയതന്ത്രപരമായ ഭാഷയും പരിമിതിയൊക്കെ ഉണ്ട്. ഇതെന്താണ്? ഇതിനകത്ത് വളരെ കർക്കശമായ സമീപനം സ്വീകരിക്കണ്ടേ? അല്ലെങ്കിൽ സർക്കാർ ഇൻവെസ്റ്റിഗേഷൻ തന്നെ ഇനിഷ്യേറ്റ് ചെയ്യണ്ടേ ഇതിനകത്ത്? നമ്മളെ സംബന്ധിച്ച് നമ്മളെ ആകെപ്പാടെ കുടുക്കിലാക്കുന്ന ഒരു ഇൻഫർമേഷൻ പുറത്തു വന്നിട്ട്, അപ്പോൾ ഇത് ലോകത്ത് രാഷ്ട്രീയത്തിനകത്ത് അങ്ങേയറ്റം ദുരൂഹമായി ഇടപെട്ടുകൊണ്ടിരുന്ന ഒരാൾ, അയാളുടെ ഇടപാടുകളുമായി ബന്ധപ്പെട്ട ഡോക്യുമെൻറ്റ്സും ചിത്രങ്ങളും വീഡിയോസും എല്ലാം പുറത്തു വന്നുകൊണ്ടിരിക്കെ അതിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പേരുണ്ട്. ഞാൻ ആവർത്തിച്ച് പറഞ്ഞു, മോദി ഇതിൽ നിന്ന് ക്രൈമിൽ പങ്കാളിയായി എന്നുള്ളതല്ല. പക്ഷേ അയാൾ ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷനെ ആകമാനം നിയന്ത്രിച്ചു കൊണ്ടിരുന്നു എന്ന് വരുന്ന ആക്ഷേപത്തും വിശദീകരിക്കാനും ശരിയാവണ്ണം വിശദീകരിക്കാനുള്ള ബാധ്യത ഇന്ത്യൻ ഭരണകൂടത്തിനുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിലേക്ക് അവർ പൂർണ്ണമായിട്ടും ഇപ്പോഴും ഇൻ ചെയ്തിട്ടില്ല എന്ന വിമർശനത്തിന് അവിടെ സാധ്യതയുണ്ട്. ഇത് പക്ഷേ നമ്മുടെ കാലത്ത് ഏറ്റവും നടുക്കുന്ന ഒന്നാണ്. ആളുകളെ പൂർണ്ണമായും ഇതുപോലെ ഡോക്യുമെൻ്റ് ചെയ്ത് അവരെ ട്രാപ്പ് ചെയ്യാനാണ് ഇദ്ദേഹം എടുത്തുകൊണ്ടിരുന്ന പണി മുഴുവൻ. അതിൻ്റെ വിവരങ്ങൾ പുറത്തു വരുന്നു. ഒരു കാര്യം അമേരിക്കയെക്കുറിച്ച് സമ്മതിക്കണം, ഇതെല്ലാം പുറത്തു വരുന്നുണ്ടല്ലോ. അതെ, ഇവിടെയാണെങ്കിൽ നമ്മൾ ആ കാര്യത്തിന് RTIയുടെ തന്നെ പരിധി കുറച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ വിവരങ്ങളും പുറത്തു കൊടുക്കാൻ പാടില്ല എന്ന് വിചാരിക്കുന്ന, ഡാറ്റയിൽ തന്നെ കള്ളത്തരം കാണിക്കുന്ന, ഒരു റഫാൽ യുദ്ധവിമാനം വാങ്ങിച്ചപ്പോൾ എത്ര രൂപയായെന്ന് ചോദിച്ചപ്പോൾ ആ രൂപ പുറത്തു പറഞ്ഞാൽ അത് ഇന്ത്യൻ സെക്യൂരിറ്റിയെ ബാധിക്കുന്ന കാര്യമാണ് എന്ന അയുക്തികത കോടതി പോയി പറഞ്ഞു സർക്കാർ ഇവിടെയുള്ളത്. സ്പൈവെയറുകൾ ഉപയോഗിച്ച് നമ്മളെല്ലാം ചോർത്തുന്ന ഒരു ഭരണകൂടമാണ് ഇവിടെയുള്ളത്. അപ്പോഴാണ് അമേരിക്കയിൽ ഒരു മനുഷ്യനും കാണിച്ചിട്ടുള്ള ഈ തട്ടിപ്പുകൾ, പ്രസിഡന്റ് അടക്കമുള്ളവരുടെ വിശദാംശങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഓർക്കണം. അപ്പോൾ അത് അങ്ങനെ ഒരു ഘടകം കൂടി അതിനുണ്ട്. ഇന്ത്യയിൽ മോദിയെ സംബന്ധിച്ച് ദുരൂഹമായ എന്തൊക്കെയോ ഇതിനകത്ത് ചൂഴ്ന്നു നിൽക്കുന്ന യാഥാർത്ഥ്യമാണ്. അതെ, എപ്സ്റ്റീൻ ഫയൽസ് ലോകമെങ്ങും ചർച്ചയാണ്. അതുകൊണ്ട് തന്നെ ഈ പേരിൽ, മോദിയുടെ പേര് പരാമർശിക്കുന്ന ആരോപണങ്ങളിൽ നിന്ന് മോദിക്കും സംഘത്തിനും അത്ര എളുപ്പത്തിൽ ഊരിപ്പോരാൻ കഴിയുന്നതുമല്ല.